സർ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറയട്ടെ. സർ, ചർച്ച ചെയ്യുന്നതിന് സഭ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട വിഷയം സ്ത്രീകളുടെയും അല്ലെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ സംബന്ധിച്ചാണ്. സർ, ഇത് സംബന്ധിച്ച് ഒരു കാര്യം അസന്നിഗ്ധമായി ഉറപ്പിച്ചു പറയാനായിട്ട് ആഗ്രഹിക്കുക. ഇതിൽ സർക്കാരിന് ഒരു നിലപാടേ ഉള്ളൂ. അതേത് കേസാണെങ്കിലും ആ നിലപാട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അതിക്രമം നടത്തുന്ന ഒരാളെയും സംരക്ഷിക്കില്ല. മുഖം നോക്കാതെ നടപടിയെടുക്കും. സർ, അതിൽ ഇവിടെ പരാമർശിച്ച കേസ് ബഹുമാനിയായ അരൂരംഗത്തിൻ്റെ മണ്ഡലത്തിലുള്ള കേസ് സർ, അതിൽ സർക്കാർ നടപടി സ്വീകരിച്ചു. അതിൽ കേസ് എടുത്തു പോലീസ് 2 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബഹുമാനിയായ പ്രമേയ അവതാരകയ്ക്ക് അന്വേഷിക്കാം. പ്രാദേശികമായി CPIM പാർട്ടി ഒരു കാരണവശാലും പ്രതികളെ പിന്തുണയ്ക്കുന്നില്ല. അവിടെ നടപടി എടുക്കണമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പോലീസിൻ്റെതായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചതുകൊണ്ടാണ് 2 പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സർ, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ 29/6/2024 യൂണിവേഴ്സിറ്റിക്ക് പരാതി ലഭിക്കുന്നത്. ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിക്ക് ഈ പരാതി കൈമാറുകയും ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ആ പരാതിയിൽ അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. ഈ ദിവസങ്ങളിൽ റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളിൽ സർവകലാശാല നടപടി സ്വീകരിക്കും. 6/7/2024 പോലീസിന് പരാതി ലഭിച്ചത്, പെൺകുട്ടിയുടെ പരാതി ലഭിച്ചത്. ആ പരാതിയിന്മേലുള്ള അന്വേഷണം പോലീസ് നടത്തുകയാണ്. സർ, അതുപോലെ തന്നെ KCA, അത് ബ്രിജിത് ഭൂഷന്റെ കേസിൽ സ്വീകരിച്ച നിലപാടല്ല കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിച്ചത്. സർ, അയാളെ അറസ്റ്റ് ചെയ്ത് അയാൾ റിമാൻഡിലാണ്. അയാൾക്കെതിരെ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല സർ, ഏറ്റവും അവസാനം കാലടി സർവകലാശാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അവിടെ സ്വീകരിക്കുകയോ പൂമാലയിടുകയോ അല്ല സർ ചെയ്തത്. ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പർട്ടിക്കുലർ കേസിൽ മാത്രമല്ല, അയാൾ ഇതിനു മുൻപ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കുന്നുണ്ട്. സർ, ഞാൻ അതിലേക്ക് വരാം. ആര് സംരക്ഷിച്ചു, ആര് സംരക്ഷിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളിലേക്ക് വരാം. സർ, ഇവിടെ നമ്മുടെ സർ, ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം നാം കാണണം. സർ, എനിക്ക് പറയാനുള്ള സാഹചര്യം തരണം. സർ, ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ആർക്കും ഏത് സമയവും ആശ്രയിക്കാവുന്ന, പ്രശ്നപരിഹാരത്തിന് നിർഭയം കടന്നു ചെല്ലാവുന്ന ഇടങ്ങളായി നമ്മുടെ പോലീസ് സ്റ്റേഷൻ മാറി. അതുകൊണ്ടാണ് അത് വനിതാ സൗഹൃദവും ശിശു സൗഹൃദവുമായിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളായിട്ട് അത് മാറി. സർ, 14 വനിതാ പോലീസ് സ്റ്റേഷനുകൾ ഇന്ന് സംസ്ഥാനത്തുണ്ട്. സർ, ഓരോ പോലീസ് ജില്ലയിലും വനിതാ സെല്ലുകളുണ്ട്. സർ, ഞാൻ പോക്സോ കോടതികൾ ഉൾപ്പെടെയുള്ളവയുടെ കാര്യം പറഞ്ഞു. 56 പോക്സോ കോടതികൾ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും കൂടി നടത്തിയ ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോക്സോ കോടതികൾ, അത് സ്പീഡി ട്രയൽ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സർ, ഒരു കുഞ്ഞ് 7 വയസ്സിലോ 8 വയസ്സിലോ അത് കടന്നു പോകുന്ന അതിദാരുണമായിട്ടുള്ള അനുഭവങ്ങൾ 19ഉം 20ഉം വയസ്സിന് ശേഷം ഒരു കോടതിയുടെ മുൻപാകെ ചെന്ന് വീണ്ടും ഓർത്തെടുക്കുന്നത് വീണ്ടും പീഡനത്തിന് തുല്യമാണ്. സർ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പോക്സോ കോടതികളുടെ എണ്ണം കൂട്ടിയത്. അതിൽ കുഞ്ഞുങ്ങൾ ആ കോടതി മുറികളിൽ പോകണ്ട, ഓൺലൈനായിട്ട് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ. ആ സാഹചര്യത്തിൽ പ്രതിയെ വീണ്ടും മുഖാമുഖം ഈ കുഞ്ഞുങ്ങൾ കാണുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഇത് സർക്കാരിൻ്റെ കാഴ്ചപ്പാടാണ്. സർ, അതുകൊണ്ടാണ് ആ രീതിയിലുള്ള കോടതികൾ സംസ്ഥാനത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. സർ, അതിനു വേണ്ടിയിട്ട് അടിസ്ഥാന സൗകര്യ വികസനം, വനിതാ ശിശു വികസന വകുപ്പ് ഉൾപ്പെടെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പോക്സോ കോടതികൾ ആ രീതിയിൽ ആധുനിക രീതിയിൽ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. സർ, ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രമസമാധാന പാലനമുള്ള സംസ്ഥാനമാണ് സർ കേരളം. അതിലൊരു സംശയവും വേണ്ട. നമ്മൾ ഫാക്ച്വൽ ചെക്ക് നടക്കണം. ഇതോടൊപ്പം മതനിരപേക്ഷതയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ പോലീസിന്റെ ഫലപ്രദമായ ഇടപെടൽ മൂലം സാധിച്ചിട്ടുണ്ട്. സർ, 8 വർഷത്തിൽ, ഈ കഴിഞ്ഞ 8 വർഷം സംസ്ഥാനത്ത് വർഗീയ സംഘർഷങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്കൊപ്പം നിങ്ങൾക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. സർ, കേരളത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണ്. സർ, കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുത്തു. പഴുതടച്ച കേസ് അന്വേഷണ പ്രക്രിയയും പ്രോസിക്യൂഷൻ നടപടികളും സ്വീകരിക്കുക വഴിയും ഒരിക്കലും തെളിയില്ലെന്ന് കരുതിയ കേസുകൾ തെളിയിക്കാനായി സമീപകാലത്ത് സർ നമ്മുടെ മുന്നിൽ ഒരു കേസുണ്ടല്ലോ, മാന്നാറിലെ കേസ്. സർ, ആ കേസിൽ ആലപ്പുഴ മാന്നാറിൽ ദേഹോപദ്രവവുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായ പ്രതിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ 15 വർഷം മുൻപ് കാണാതായ യുവതിയാണ് കൊല്ലപ്പെട്ടതായി പോലീസിന് വിവരം ലഭിച്ചത്. സർ, തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഭർത്തൃ വീട്ടിൽ വെച്ച് ഭർത്താവും കൂട്ടാളികളുമായി ചേർന്ന് യുവതിയെ കൊലപ്പെടുത്തിയതായി വിവരം ലഭിച്ചു. എന്നാൽ ഈ യുവതി വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരാളോടൊപ്പം നാടുവിട്ടു പോയതാണ് ബന്ധുക്കളെയും നാട്ടുകാരെയും വിശ്വസിപ്പിച്ചിരുന്നത്. പോലീസിന് ലഭിച്ച വിവരങ്ങളെ തുടർന്ന് കേസ് ഊർജിതമായിട്ട് സർ പോലീസ് അന്വേഷിച്ചു വരികയാണ്.
സർ, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പും അതോടൊപ്പം തന്നെ വനിതാ ശിശു വികസന വകുപ്പും ഒട്ടനേകം പദ്ധതികൾ ഈ കാലഘട്ടത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട് സർ. വീടിനുള്ളിലും പൊതു ഇടങ്ങളിലും സ്ത്രീക്ക് സംരക്ഷണം നൽകുക എന്നത് കണക്കിലെടുത്തുള്ള പദ്ധതികളാണ് പോലീസ് ആവിഷ്കരിക്കുന്നത്. ഗാർഹിക പീഡനം, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പരാതികൾ എന്നിവ അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുകയും പരാതികളിൽ ഇരയുടെ ഭാഗത്തു നിന്നുകൊണ്ടുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന സമീപനമാണ് പോലീസിനുള്ളത്. സർ, സ്ത്രീ സുരക്ഷയ്ക്കായി അപരാജിത, പിങ്ക് പോലീസ്, നിഴൽ, വനിതാ സ്വയം പ്രതിരോധ സംഘം, വനിതാ ബീച്ച് തുടങ്ങിയ ഒട്ടനവധി പദ്ധതികളുണ്ട്. അതിൽ തന്നെ പിങ്ക് പെട്രോൾ, പിങ്ക് ജനമൈത്രി, പിങ്ക് കൺട്രോൾ റൂം, പിങ്ക് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അംഗീകരിക്കില്ല, പ്രതിയെ അറസ്റ്റ് ചെയ്തു, പ്രതികൾക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് ആർജവമുണ്ട് എന്ന് പറഞ്ഞ് മറുപടി നൽകുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജാണ്. നിയമസഭയിൽ മുറിയിലാണ് മുഖ്യമന്ത്രി ഉള്ളത്. കെ കെ രമയുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രിയല്ല, ആരോഗ്യമന്ത്രി വീണ ജോർജാണ് മറുപടി.